നീ എന്റെ കൽപ്പനകളും ചട്ടങ്ങളും മുറുകെ പിടിക്കണം, അനുസരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ ഈജിപ്ത് ദേശത്തിന്റെ മേൽ ഞാൻ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്റെ ഉള്ളിൽ വസിക്കുന്നു, എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. മക്കളെ, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ചത്. ആ ദൈവത്തോട് കൂടെയാണ് നമ്മൾ ആയിരിക്കുന്നത്. സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവത്തെ അതുകൊണ്ട് ഞാൻ വിളിച്ചപേക്ഷിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തെ. സങ്കീർത്തനക്കാരൻ പറയുക, എത്ര വിളിച്ചിട്ടും, എത്ര എത്ര ശക്തമായി ചങ്കുപൊട്ടി വിളിച്ചിട്ടും ഇതാ സങ്കീർത്തനക്കാരന് മതിയാകുന്നില്ല. 150 സങ്കീർത്തനങ്ങൾ അവൻ എഴുതിയപ്പോഴൊക്കെ ഈ ദൈവാരാധനയും സ്തുതിയും മാത്രമായിരുന്നു അതില്. നിന്റെ ദൈവത്തെ നീ ആരാധിക്കുക, നിന്റെ ദൈവത്തെ നീ സ്തുതിക്കുക. എന്തുകൊണ്ടെന്നാൽ 57 സങ്കീർത്തനം അവൻ പറഞ്ഞു വെച്ചു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എന്തിനാണ് ആ വിളിച്ചപേക്ഷിക്കുന്നത്? എനിക്ക് വേണ്ടി സകലതും എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ തന്നെ. ആ ദൈവമല്ലാതെ മറ്റാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. മക്കളെ, അങ്ങനെയെങ്കിൽ നമ്മൾ എത്രമാത്രം വിളിക്കണം. ഇത്രയും പ്രായത്തിനിടയ്ക്ക് നമ്മളെ അനുഗ്രഹിച്ച ദൈവം, വഴി നടത്തിയ ദൈവം, സുഖപ്പെടുത്തിയ ദൈവം, നിന്റെ പാദങ്ങളിൽ തട്ടാതെ നിന്നെ ചേർത്ത് പിടിച്ച ദൈവം, കാവൽ ദൂതര നിനക്കായി ഒരുക്കിയ ദൈവം, ആ ദൈവത്തെ എത്രമാത്രം ആരാധിക്കണം, ആ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണം, ആ ദൈവത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കണം. നിന്റെ ഹൃദയത്തില് ആ ബോധ്യം ഉണ്ടാകട്ടെ. ഓരോ ആരാധനയിൽ നീ സംബന്ധിക്കുമ്പോഴും, ഓരോ പ്രാർത്ഥനകളിലും ദിവ്യബലികളിലും നീ സംബന്ധിക്കുമ്പോഴും ഈ ചങ്കിനകത്ത് ഈ ബോധ്യമുണ്ടാകണം, എന്റെ ദൈവത്തോട് ഞാൻ എത്രമാത്രം ചേർന്ന് നിൽക്കേണ്ട വ്യക്തിയാണ്, എത്രയധികമായി എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കേണ്ട വ്യക്തിയാണ്. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങളാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുക. ഓ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കാണിച്ച ഈ മഹാകാരുണ്യത്തിന് തമ്പുരാനെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ തിരുനാമത്തിന് മാത്രം മഹത്വമെല്ലാം അവിടുന്ന് എടുത്താട്ടെ. ഞങ്ങൾ ഒരു പ്രയോജനമില്ലാത്ത ദാസരെ കർത്താവേ, തിരുസന്നിധിയിൽ മക്കൾ ഒരുമിച്ചായിരിക്കുന്നു. തമ്പുരാനെ, അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയുമാറാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ എന്ന് പറയണം. ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറയണം. ഓക്കേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് 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 ദി ലോർഡ്. അന്നേരം ഹല്ലേ 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആ പരസ്പര കരങ്ങളൊന്ന് കോർത്തു പിടിച്ചേ, എന്നിട്ട് പാടിക്കേ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കാരം പിടിച്ച്
ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഹല്ലേലൂയ. ആനന്ദമുണ്ടോ? സന്തോഷത്തേക്കാൾ ഒരു ഹൃദയത്തിൽ ആനന്ദമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവ് നമ്മളെ ഒരുമിച്ച് ചേർത്തതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം അല്ലേ? നമുക്കറിയാവുന്നോ ഈ സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് ചേരുമെന്ന് പറയാൻ പറ്റുമോ? നാളെ അല്ലേ, നാളെ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യത്തിന് ഞാൻ പോകുമെന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? അടുത്ത വെള്ളിയാഴ്ച ഇവിടെ ആരാധിക്കാൻ ഈ സമയത്ത് ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല, ഒരു ഗ്യാരണ്ടി ഇല്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23, 24 തിരുവചനങ്ങൾ. നമ്മൾ കാണാതെ പഠിച്ച വചനങ്ങളാണ്. സുപരിചിതമായ വചനമാണ് അല്ലേ? വായിച്ച എന്താണ് ആ വചനം? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23, 24 വായിച്ചോ. അല്ലേ പഠിച്ചായിരുന്നോ? ദേവസേട്ടാ പഠിച്ചായിരുന്നോ? മെമ്മറിയൊക്കെ പോയിരിക്കുക അല്ലേ? ഓർക്കുന്നില്ല. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ പഠിപ്പിക്കുമ്പോ അതിന് മുമ്പൊരു കാര്യം പറയും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ചില കാര്യങ്ങൾ പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ ഡബിൾ സത്യം വരുന്നത് അല്ലെ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നതാ. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇത് ഉറപ്പാണ്, അച്ചട്ട കാര്യമാണ്, ഉറപ്പാണ്. യേശുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് നൽകും. കാരണം എന്താ? പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായും നിറവേറ്റിയവനാണ് ആര്? പുത്രൻ തമ്പുരാൻ, യേശു കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് നൽകും. പിന്നെ എന്നാ വചനം പറയുന്നത്? താഴേക്ക് നിർത്തിക്കേ. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. എന്തായി പറയുന്ന ഈശോയെ? തെറ്റുപറ്റിയോ? അപ്പൊ ഇത്രയും നാൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന എന്താ? നൂറുകണക്കിന് അല്ലെ, ആയിരക്കണക്കിന് വിഷയങ്ങള്, നിയോഗങ്ങള് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന എന്താ? ഈശോയ്ക്ക് വയസ്സായിരിക്കും, ചെവിയൊക്കെല്ലായിരിക്കും. എന്താ ഈശോയെ പറയുന്നത്? നീ ഇതുവരെ നിങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ലാന്ന്. ഇപ്പൊ 10 മിനിറ്റ് മുമ്പ് കൂടി 100,000 കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇതല്ല അതിന്റെ അർത്ഥം. ഇതിന് മറ്റെന്തോ ഒരു അർത്ഥമുണ്ട്. മക്കളെ, നിങ്ങള് ചോദിക്കേണ്ടതായിരുന്നില്ല ചോദിച്ചത്. ഇതാണ് ഈശോയ്ക്ക് നമ്മളോട് ഇന്ന് പറയാനുള്ളത്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടോ? എവിടെയാ? പള്ളിയിലോ? പള്ളിയിൽ ഈ വചനം കേട്ടോ? നിങ്ങൾ ഈ വചനം പള്ളി കേട്ടോ? ഈ വചനം പള്ളി കേട്ടോ? ഞാൻ ഇന്ന് രാവിലെ എനിക്ക് പ്രാർത്ഥിപ്പിച്ചു തന്നൊരു വചനമാണ്. അത് ഞാനത് നമ്മുടെ ഗ്രൂപ്പില് ഇട്ടിരുന്നു. മിനിയാന്ന്, ഇന്നോ ഇന്നലെ മിനിയാന്നോ എന്നാണ്? എന്നാവട്ടെ, മിനിയാന്ന്. ശരി, മെമ്മറിയൊക്കെ പോയേക്കാം. ഓക്കെ. അപ്പോ ഇന്നല്ലെങ്കിൽ ഇന്നലെ അല്ലേ? ഇന്നലെയാണ് മിനിയാന്ന്. അപ്പൊ അത് ശരി, മിനിയാന്ന്. അപ്പൊ അത് കണ്ടവരെ എത്ര പേരുണ്ട്? ആ വചനം കണ്ടവര് കേട്ടവർ എത്ര പേരുണ്ട്? അപ്പൊ ഇനി എന്തിയാ പോയേ? മെമ്മറിന്ന് പോയി. ജോൺസ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു, കിട്ടിയില്ലേ? നോക്കിയില്ലേ? വേളാങ്കണ്ണി മാതാ പ്രയർ ഗ്രൂപ്പ് എന്നും പറഞ്ഞ് ടൈറ്റിൽ ഞാൻ മാറ്റിയിട്ടുണ്ടെന്ന്. ഒരു വേളാങ്കണ്ണി മാതാവിന്റെ പിക്ചറോട് കൂടി
അങ്ങനെയാണോ അതിനകത്ത് ഇപ്പൊ കിടക്കുന്നത്? വേളാങ്കണ്ണി മാത പ്രയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടോ? ഉണ്ടോ? അപ്പൊ 24-ാം തിരുവചനം, ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ എന്റെ മക്കളെ, നമ്മൾ ഇതുവരെ ചോദിച്ച കാര്യങ്ങള് നമുക്ക് ലഭിച്ചിട്ട് ആ സന്തോഷം പൂർണ്ണമായിട്ടുണ്ടോ? ഇന്നേ വരെ ഏതെങ്കിലും ചോദിച്ച ഒരു കാര്യത്തിൽ തൃപ്തി വന്നിട്ടുണ്ടോ? 100% വന്നിട്ടുണ്ടോ? അതിന്റെ പരിപൂർണത നമ്മിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒരു കാര്യം ചോദിച്ചിട്ട് അതിന്റെ പരിപൂർണത നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? അതില് ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് വിചിന്തനം ചെയ്യണം, തിരിച്ചു വരണം. ഞാൻ ചോദിച്ചത് ചോദിക്കേണ്ട കാര്യങ്ങളായിരുന്നു, അഥവാ ആദ്യം ഞാൻ എന്തായിരുന്നു ചോദിക്കേണ്ടത്? എന്റെ ദൈവത്തിന്റെ സന്നദ്ധിയില് ഞാൻ എന്തായാലും ചോദിക്കേണ്ടത്? നമുക്ക് പറ്റുന്നൊരു കുഴപ്പം എന്താ? ഒരു പ്രശ്നം വരുമ്പോ ഓടി വന്ന് മുട്ട വീണു, ഇല്ലേ, കൊന്തയെടുത്തു, കരണക്കൊന്ത ചൊല്ലി, കർത്താവേ ഇതാ ഒരു വലിയ പ്രശ്നത്തിൽ പ്രതിസന്ധി ഞാൻ പെട്ടിരിക്കുക, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, ഈ പ്രശ്നത്തിൽ നീ ഇടപെടണമേ. ആദ്യം അതല്ല ചോദിക്കേണ്ടത്. പിന്നെ ആത്യന്തികമായിട്ട് നീ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? നീ എന്താ ദൈവത്തോട് ചോദിക്കേണ്ടത്? എന്താ ചോദിക്കേണ്ടത്? എന്താ ചോദിക്കേണ്ടത്? നിലനിൽക്കുന്ന ഒരൊറ്റ സംഭവം എന്താ? എന്താണ്? നിത്യത, നിത്യജീവൻ. ആദ്യം നീ ചോദിക്കേണ്ടതായിരിക്കണം. സ്വർഗം ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥന, നീ അതിൽ അടിയുറച്ചിട്ടുണ്ടെങ്കിൽ, നിത്യത, നിത്യജീവൻ, അത് നീ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, ലഭിക്കും. ഇത് ലഭിക്കാതെ നീ സെക്കൻഡറി ആയിട്ടുള്ള മറ്റ് സംഭവങ്ങളുടെ പുറകെ ഓടിയാൽ നിനക്ക് പ്രൈമറി ആയിട്ടുള്ള ഈ എറ്റേണൽ ലൈഫ് അത് ലഭിക്കാതെ പോകും. സെക്കൻഡറി ആയിട്ടുള്ള മറ്റുള്ള ഭൗതിക കാര്യങ്ങളും ലഭിക്കാതെ പോകും. ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? 2 മണിക്കൂർ ചങ്കുപൊട്ടി കർത്താവിനെ ആരാധിച്ച് മാത്രം മെച്ചം. 1.5 കിലോമീറ്റർ മുട്ടയിലെറിഞ്ഞ് മുട്ട് പൊട്ടിച്ചത് മാത്രം മെച്ചം. നിന്റെ മുട്ട് പൊട്ടി ഇപ്പൊ പറഞ്ഞോ, കർത്താവേ എന്റെ നിത്യതയ്ക്ക് വേണ്ടി ഈ സഹനം ഞാൻ കാഴ്ചവെക്കുന്നു. എത്ര പേരുണ്ട് അങ്ങനെ കാഴ്ചവെച്ചവര്? എത്ര പേരുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചവര്? നിത്യജീവന് വേണ്ടി ഇതാ എന്റെ ഈ സഹനം, ഈ വേദന, ഈ മുട്ടയിലുള്ള പ്രാർത്ഥന, നിന്റെ പീഡാസഹനങ്ങൾ ധ്യാനിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന എന്റെ നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് എത്ര പേര് കഴിഞ്ഞ ശനിയാഴ്ച ആ സന്ധ്യാസമയത്തുള്ള മുട്ടയിലുള്ള പ്രാർത്ഥനയിൽ എത്ര പേര് ചെയ്തു? മക്കളെ, ആദ്യം നിന്നിൽ നിന്ന് വരേണ്ടത് അതാ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, ഇതുവരെ നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് ചോദിക്കണം? നിങ്ങൾ എന്താഗ്രഹിക്കണം? എന്താഗ്രഹിക്കണ്ടേ? അതറിയണമെങ്കിൽ ലൂക്ക 18 വരണം. ഇന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയി നമ്മുടെ കക്കുഴിയച്ചൻ, അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്തില്ല, ചെറുതായിട്ടൊന്ന് പറഞ്ഞുപോയി. അപ്പൊ ഞാൻ വിചാരിക്കുകയും ചെയ്തു അത് ശരിക്കും പറയായിരിക്കുമെന്ന്. അവിടെ 18 വായിച്ചേ. ലൂക്ക 18. എന്താണ്? എന്നിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, അല്ലേ? ഫുൾ സ്റ്റോപ്പ് അല്ലോ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 2 ടീച്ചർമാരിവിടെ ഉണ്ട്. മേരി ടീച്ചറുണ്ട്, തോമസ് മാഷുണ്ട്. ഒരു വാചകം ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുമ്പോ അവിടെ അതിന്റെ എൻഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ
എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ടീച്ചർമാര് പറ, എന്താണ് മീൻ ചെയ്യുന്നത്? ആ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഇത് എന്നോട് തന്നെ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ചോദിച്ചാൽ അവിടെ കിടക്കുന്നേ എന്നോട് തന്നെ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്ത് ഈ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇത് 2024 വർഷം മുമ്പ് ഏതോ ഒരു ധനികനായ മനുഷ്യൻ ഓടി വന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല. എന്ന് ഈ 2024 നമ്മൾ ചിന്തിക്കുമ്പോ ഇന്ന് ഞാനാണ് ചോദിക്കേണ്ടത്, എന്റെ കർത്താവേ, ഈ നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? സ്വയം ചോദിച്ചേ. എന്താ ചെയ്യണ്ടേ? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. നിത്യജീവൻ നൽകാൻ ദൈവമല്ലാതെ മറ്റാരും ഇല്ല. മനുഷ്യ, നീ എന്താണ് അറിയാത്തത്? നിനക്ക് നിത്യജീവൻ തരുന്ന തമ്പുരാന്റെ സന്നദ്ധിയിലാണ് നീ നിന്നിട്ട് ചോദിക്കുന്നത്, ഇത് സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ സംഭവത്തിന്റെ നിത്യജീവന്റെ മുമ്പിൽ നിന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഇത് സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അന്ന് അവന് ഗ്രാഹിയില്ലായിരുന്നു, അന്ന് അവന് ജ്ഞാനമില്ലായിരുന്നു, വിവേകമില്ലായിരുന്നു. എന്നാൽ ഇന്ന് എനിക്കും നിനക്കും എന്തുണ്ട്? നിനക്കറിയാം, എനിക്കറിയാം, ഇവിടെയാണ് നിത്യത. ഇത് വിട്ട് മറ്റൊരു വഴിയില്ല രക്ഷയ്ക്ക്, നിത്യതയ്ക്ക്. എന്നിട്ട് എത്ര പേര് ഇത് സ്വന്തമാക്കി? നമ്മൾ എന്ത് സ്വന്തമാക്കാനാണ് നമ്മൾ ഈ പാടുപെടുന്നത്? എന്ത് വെട്ടിപ്പിടിക്കാനാണ് നമ്മുടെ ഓട്ടം? അന്ന് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാ ചോദിച്ചത്. ഇന്ന് അറിവില്ല എന്ന് ഒരു വ്യക്തി പോലും പറയാൻ പാടില്ല. കാരണം വചനം കേൾക്കാത്ത, വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത, ധ്യാനം കൂടാത്ത ഒരു വ്യക്തി പോലും ക്രിസ്തീയ സഭയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, അല്ലേ? അപ്പൊ അതെന്തൊക്കെയാണ്? എന്താണ്? എല്ലാ പ്രമാണങ്ങളും നിനക്കറിയാമല്ലോ. അപ്പൊ ആ പ്രമാണങ്ങളൊക്കെ ഇന്നത് കർത്താവ് പറഞ്ഞു. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ അക്ഷരം പ്രതി പാലിക്കുന്ന വ്യക്തിയാണ്. കണ്ടോ, ആ മനുഷ്യൻ ഈ 10 പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഇല്ലേ? അല്ലെങ്കിൽ ഈശോ അപ്പ അതിനെ ക്രിറ്റിസൈസ് ചെയ്തില്ല. മറിച്ച് ഈശോ എന്നാ പറഞ്ഞേ? അത് കേട്ടിട്ട് ഈശോ പറയുകയാണ്, മോനെ, നിനക്ക് ഇനിയും, ആ വാക്ക് വിട്ടളയരുത്, നിനക്ക് ഇനിയും. അപ്പൊ എന്താ ആ വാക്കിന്റെ അർത്ഥം? ഇതുവരെ നീ അനുഷ്ഠിച്ചത്, ഇതുവരെ നീ അനുസരിച്ചത്, നീ പ്രവർത്തിച്ചത്, പ്രമാണങ്ങൾ നീ മുറുകെ പിടിച്ചത്, അതൊന്നും പൂർത്തീകരണത്തിലേക്ക് ആയിട്ടില്ല. ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. അതെന്താ കുറവ്? അതെന്താണ് ആ കുറവ്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവൻ വേണോ? നീ ഒരു ദരിദ്രനായി മാറണം, നീ ഒരു ധർമ്മക്കാരനായി മാറണം, നീ ഒരു ഭിക്ഷക്കാരനായി മാറണം. എനിക്കിനി എന്താ കർത്താവ് വിൽക്കാനുള്ളേ? എന്താ വിൽക്കാനുള്ളേ? വല്ലതുണ്ടോ? ബാങ്ക് ബാലൻസ് ഉണ്ടോ?
ടോമി, ബാങ്ക് ബാലൻസ് ഉണ്ടോ? ബാങ്കിൽ കടബാധ്യതയാണ്. ബാങ്ക് ബാലൻസ് പോയിട്ട് അല്ലേ? എന്താ വിൽക്കാനുള്ളേ? അപ്പൊ അത് മാത്രമല്ലല്ലോ കർത്താവ് മീൻ ചെയ്യുന്നത്, അല്ലേ? ആ ഭൗതിക സമ്പത്ത് മാത്രമല്ലല്ലോ കർത്താവോട് ഉദ്ദേശിക്കുന്നേ. നിനക്കുള്ളതെല്ലാം നീ എന്തായിരിക്കുന്നോ, നീ ആയിരിക്കുന്ന അവസ്ഥ, ഇവിടെ എല്ലാം തികഞ്ഞവനെന്നൊരു ഭാവം ഈ ധനികനായ മനുഷ്യനുണ്ടായിരുന്നു. ധാരാളം ബാങ്ക് ബാലൻസ് ഉണ്ട്. അക്കമിട്ട് വചനം, കൽപ്പന ഞാൻ പാലിക്കുന്ന വ്യക്തിയാണ്. കൃത്യമായിട്ട് ഞാൻ ദശാംശം കൊടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഉപവസിക്കുന്ന വ്യക്തിയാണ്. കൃത്യമായിട്ട് ദേവാലയത്തിൽ പോകുന്ന വ്യക്തിയാണ്. മുട്ടുമേൽ നിന്ന് കൊന്തയേലുന്ന വ്യക്തിയാണ്. കാരണം കൊന്തയും ചെല്ലും. എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്ന വ്യക്തിയാണ്. എല്ലാം ഉണ്ട്. നിനക്ക് ഇനിയും ഒരു കുറവുണ്ട്. ചങ്കിന്റെ അകത്തേക്ക് കേറിയത്, നിനക്ക് ഇനിയും ഒരു കുറവുണ്ട്. എന്റെ ദൈവമേ, ഇത്രയും കാര്യങ്ങൾ ഈ കൊച്ചു വെളുപ്പാങ്കാൽ 4 മണിക്ക് എനിച്ച് കട്ടൻ കാപ്പി പോലും കുടിക്കാതെ, മുഖം പോലും കഴുകാതെ ഞാൻ പോവുകയാണ് അല്ലേ ദിവസേട്ടാ? ആ വണ്ടി നിറച്ച ആൾക്കാരെ കൊണ്ട് പോവുകയാണ് ബലിയർപ്പിക്കാൻ. പാവം ആലോചിച്ച് നോക്കി. എന്നിട്ട് പള്ളി ചെന്ന് മുട്ടുനോത്തി ക്രൂശ് രൂപത്തിലേക്ക് അല്ലെങ്കിൽ ദിവികാരൻ ഈശോയിലേക്ക് നോക്കുമ്പോ ഈശോ പറയാണ്, മോനെ ദേവസി, നിനക്ക് ഇനിയും ഒരു കുറവുണ്ടടാ, നിനക്കൊരു കുറവുണ്ടടാ. തകർന്നു പോകുമോ? തീർച്ചയായിട്ടും തകർന്നു പോകും. അപ്പൊ എന്താ മക്കളെ ആ കുറവ്? അതൊന്ന് കണ്ടെത്തണം. ഒരുപക്ഷേ താഴാൻ, എളിമപ്പെടാൻ പറ്റാത്ത ഒരു അഹങ്കാരത്തിന്റെ കെട്ട് എന്നിലുണ്ടായിരിക്കാം. ഞാൻ വിചാരിക്കുന്നു ഈ മനുഷ്യൻ ഒരു അഹങ്കാരിയായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുക. കാരണം എല്ലാം ഞാൻ ഒരാത്മീയ അഹന്ത നമ്മൾ പോലും അറിയാതെ നമ്മിൽ കയറിപ്പിടിക്കും. ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്ന ചില ആളുകള് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് അവരറിയുന്നില്ല. എന്തൊക്കെയോ കുറെ കാര്യങ്ങള് അവർ മനസ്സിലാക്കി പഠിച്ചു. പരിശുദ്ധാത്മാവ് കൃപ കൊടുത്തു, ഒരു അഭിഷേകം കൊടുത്തു. പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പൊക്കി ഉയർത്തി സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ, വീഡിയോ ക്ലിപ്പുകൾ ഇടുന്നു, വചനപ്രഘോഷണം നടത്തുന്നു, സ്തുതിയാരാധന നടത്തുന്നു, ധ്യാനം നയിക്കുന്നു. ഒത്തിരി ആളുകള് നല്ല സപ്പോർട്ട് ചെയ്യുന്നു. ഒത്തിരി ആളുകള് എന്താ പറയുന്നേ, വളരെ നന്നായിരുന്നു. ഇന്നൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത് അവനറിയാതെ അവന്റെ ഉള്ളിലേക്ക് ഒരാത്മീയ അഹന്ത കടന്നു വരികയാണ്. ഇതാരാ വിതയ്ക്കുന്നേ? അവൻ പോലും അറിയാതെ സാത്താൻ വിതയ്ക്കുന്ന ഒരു കളയുടെ വിത്താണ് ഈ ആത്മീയ അഹന്ത. ഹല്ലേലൂയ. അത് സാധാരണ ആത്മായർക്ക് കൊണ്ടിട്ടോ, പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും കൊണ്ടിട്ടോ. സൂക്ഷിച്ചുകൊള്ളണം. നമ്മളെ തകർക്കാൻ, ആത്മീയത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കാൻ ഇതുപോലുള്ള ചില കളകൾ വിതയ്ക്കപ്പെടും നമ്മളറിയാതെ. ഇങ്ങനെയുള്ള ചില കളകൾ അവന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി തമ്പുരാന്റെ തിരുഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് എളിമപ്പെട്ട് നീ പ്രാർത്ഥിക്കുക. അങ്ങനെ എളിമപ്പെട്ട് നീ എന്ത് ചെയ്യാനാ പറഞ്ഞേ? അപ്പോ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. നീ ആദ്യം ഒന്ന് എളിമപ്പെട്. നീ എന്ന ഭാവത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അല്ലെ, സകലവിധ ദുഷ്ടതകളിൽ നിന്ന് ഒക്കെ നീ ഒന്ന് താഴെ ഇറങ്ങ്. നീ ഒന്ന് എളിമപ്പെട്. എന്നിട്ട് മതി ശുശ്രൂഷ, എന്നിട്ട് മതി വചനപ്രഘോഷണം, എന്നിട്ട് മതി സാക്ഷ്യപ്പെടുത്തൽ. കർത്താവ് എന്നിട്ട് വന്ന് നീ എന്നെ അനുഗമിക്കുക. കണ്ടോ,
ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു. കാരണം അവൻ വലിയ ധനികനായി, വലിയ ബാങ്ക് ബാലൻസ് ഉള്ളവനായിരുന്നു, വലിയ ധനികനായിരുന്നു, വലിയ ധനികനായിരുന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? എത്ര ദുഷ്കരം! ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോ ഇത് മനുഷ്യന്റെ കഴിവുകൊണ്ടാണോ? ആണോ? ഇത് മനുഷ്യന്റെ ഏതെങ്കിലും വിധത്തിലുള്ള അവനിലുള്ള ക്വാളിറ്റിയോ ഹോളിനെസ്സോ ഒന്നുമല്ല, മനുഷ്യന്റെ കഴിവല്ല. പിന്നെ എന്താണ്? ദൈവത്തിന്റെ ദയയാണ്, കരുണയാണ്, അല്ലേ? അതാണ് 9:16 റോമ 9:16 പറയുന്ന എന്നാ വചനം? മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നങ്ങളോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. അതുകൊണ്ട് ഈശോ പറയുന്നേ, ഇത് മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് ഇത് സാധ്യമാണ്. എന്നിട്ട് അപ്പോ അത് കേട്ടപ്പോ പത്രോസ് പറയാണ്, കർത്താവേ, ഇതാ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ചു, എന്നിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുക. ഞങ്ങളുടെ അവസ്ഥ, എന്റെ അവസ്ഥ എന്താകും? അല്ലേ? സർവ്വതും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചിട്ട് കർത്താവിനോട് ചോദിക്കുക, എന്താവും? എന്റെ ഫ്യൂച്ചർ എന്താകും? ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ ഇറങ്ങാനുള്ള മടി, ഒരു ശുശ്രൂഷയാനുള്ള മടി, ഒരു സാക്ഷ്യം കൊടുക്കാനുള്ള മടി. എന്റെ ഭാവി എന്താകും? ഇതിലേക്ക് ഇറങ്ങിയ ഇനി ഞാൻ ഇതിൽ തന്നെ പെട്ടുപോകുമോ? മറ്റുള്ള കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമോ? കർത്താവ് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി. ശ്രദ്ധിക്കണോട്ടോ. ലൂക്കാ സുവിശേഷകൻ മാത്രമേ, എനിക്ക് തോന്നുന്നു ഈ ലൂക്കാ സുവിശേഷകന് ഈ പെണ്ണും പിള്ളമാരോട് എന്തോ ഭയങ്കര ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. ഭാര്യമാരോട് തീർത്താൽ തീരാത്തൊരു പകയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നേ ഈ ലൂക്കാ വൈദ്യന്. വേറെ ഒരു സുവിശേഷത്തിൽ ആരും പറയുന്നില്ല. ലൂക്ക പറയുന്ന ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്താ പറയുന്നേ? ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ, ആരെ ഭാര്യയെയോ, പിന്നെ സഹോദരന്മാരെയോ, മാതാപിതാക്കളെയോ, സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഈ കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. അവിടെ വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. അപ്പൊ ദൈവരാജ്യത്തെ പ്രതി നിന്റെ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന സർവ്വതിനെയും നീ പുറകോട്ട് മാറ്റിയാൽ, സെക്കൻഡറി ആക്കിയാൽ, നിനക്ക് ലഭിക്കാനിരിക്കുന്നത് നിത്യജീവനാണ്. കേട്ടോ? അതിന്റെ ആൻസർ എടുക്കുന്ന ഏറ്റവും അവസാന പത്രോസ് ചോദിച്ചതിന്റെ ആൻസർ ഇതാ, ഞങ്ങൾ സ്വന്തമായ എല്ലാം ഉപേക്ഷിച്ചു, നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താ പ്രയോജനം? അതിന്റെ ആൻസറാണ് അവസാനം ഈശോ പറയുന്നത്, വരാനിരിക്കുന്ന കാലത്ത് നീ നിത്യതയിലേക്ക് കിടക്കും, നിത്യജീവൻ നീ സ്വന്തമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയുടെ ഒരു പ്രബോധനം അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ മെയിൻ എൻട്രൻസിൽ നിൽക്കുന്ന പത്രോസ്ലിയാന്നാ പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് കുറുപ്പുംപടി ഇടവക്കാർക്ക് ഒരു വലിയ അനുകൂല്യമുണ്ട്. എന്നാ അറിയുമോ? പത്രോസ് പൗലോസ്ലീഹന്മാരുടെ നാമത്തിലുള്ള പള്ളി ആയതുകൊണ്ടും എല്ലാ ആഴ്ചയിലും ഒരു നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ഒരുപക്ഷെ ആ എൻട്രൻസ് പാസ്സാകാൻ സാധ്യത ഉണ്ട്. ഹല്ലേലൂയ. അതിൽ അഹങ്കരിക്കണ്ട. നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ പറയുകയാണ്, എന്നെ പ്രതി, എന്റെ നാമത്തെ പ്രതി, എന്റെ വചനത്തെ പ്രതി നിനക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം നീ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പൊ പറയുകയാണ്, എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ഉപേക്ഷിച്ചാൽ ഈ കാലത്ത് തന്നെ, അതായത് ഭൂമിയിൽ നിന്ന് മരണം വഴി നീ വേർപെടുന്നതിന് മുൻപ് തന്നെ നിനക്കിത് അനേക മടങ്ങ് ലഭിക്കും. എന്തൊരു സുഖം, എന്തൊരു സുഖം. അപ്പൊ വീട് ഉപേക്ഷിച്ചാൽ അനേക മടങ്ങ് വീട് ലഭിക്കും. ഭാര്യ ഉപേക്ഷിച്ചാൽ അനേക മടങ്ങ്. എന്തൊരു സന്തോഷം അത് പറയുമ്പോ. ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിക്കുന്ന ചില മതങ്ങളുണ്ട് ഈ ലോകത്ത്, ഇല്ലേ? ഇല്ലേ? കാഫറിനെ തട്ടിയാൽ സ്വർഗത്തില് നിനക്ക് ഇത്ര സുന്ദരിമാർ റെഡിയായിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് കിടക്കുന്ന നമ്മുടെ വിഷയമല്ലാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? വീടിനെ ഉപേക്ഷിച്ചാൽ, ഭാര്യയെ ഉപേക്ഷിച്ചാൽ, സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചാൽ, ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുക, സമ്പത്ത് ഉപേക്ഷിച്ചാൽ, സമ്പത്ത് ദൈവരാജ്യത്തെ പ്രതി നിന്റെ സമ്പത്ത്, അതല്ലേ തൊട്ടു മുകളിൽ കണ്ടേ, അല്ലേ? അവൻ വലിയ ധനികനായിരുന്നു. ഇത് ദൈവരാജ്യത്തെ പ്രതി നീ ഉപേക്ഷിച്ചാൽ അനേക മടങ്ങ് ഈ ലോകത്ത് നീ കടന്നു പോകുന്നതിന് മുൻപ് കർത്താവ് നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാ അതെങ്ങനെയാ നമുക്ക് ലഭിക്കുന്നത്? ഈ ഒരു ആത്മീയ കൂട്ടായ്മയിലായിരിക്കുമ്പോ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ കൂട്ടായ്മ കുടുംബത്തിലെ പോലെ അംഗങ്ങളാ. ഹല്ലേലൂയ. ഞാനിപ്പോ ജോൺസന്റെ വീട്ടിലേക്ക് ചെല്ലുക, എന്നെ ഒരു അന്യനായിട്ട് ജോൺസൺ കാണുമോ? മേരിപ്പങ്ങൾ കാണുമോ? പിന്നെ ആരായിട്ടാ കാണുന്നേ? ആ കുടുംബത്തിലെ സ്വന്തം ഒരു അംഗത്തെ പോലെ, അല്ലെങ്കിൽ സ്വന്തം മേരിയുടെ ആങ്ങളെ പോലെ, അല്ലെങ്കിൽ ജോൺസന്റെ ചേട്ടനെ പോലും അനിയനെ പോലും ചേട്ടനെ പോലെ. വയസ്സൊത്തിരി ആയിട്ടില്ല, തലയിൽ മുടിയില്ലെങ്കിലും വയസ്സൊത്തിരി ആയിട്ടില്ലെന്നാ പറയുന്നത്. 60 കഴിഞ്ഞു എനിക്ക്. അപ്പൊ ചേട്ടനെ പോലെ കാണും. എനിക്കൊരു ഭവനം കിട്ടിയോ? ഞാൻ മറ്റൊരു ഭവനത്തിലേക്ക്, ദേവസ്വന്റെ ഭവനത്തിൽ പോയിരുന്നു. ഞാൻ അങ്ങോട്ട് കിടന്നില്ല. അവിടെ ചെല്ലുമ്പോ ആ കടക്കട പുറത്തുനിന്ന് പറയോ അവിടെ എന്നാ നമുക്ക് കിട്ടുന്നേ? ആ ഭവനത്തിന്റെ സർവ്വ സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടുന്നു. സ്നേഹം കിട്ടുന്നു, പരിഗണന കിട്ടുന്നു, ഇല്ലേ? കിട്ടില്ലേ? ഇതാണ് ഈശോ അർത്ഥമാക്കിയത്. എന്തൊക്കെ നീ എന്റെ നാമത്തെ പ്രതി, വചനത്തെ പ്രതി നഷ്ടപ്പെടുത്തിയോ, 100 ഇരട്ടിയായി സ്നേഹം കാണപ്പെടുന്ന സഹോദരങ്ങളിലൂടെ നിന്നിലേക്ക് ചൊരിയപ്പെടും. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, ഒരപ്പന്റെ മക്കളെ പോലെ നമ്മൾ ഒന്നായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ കർത്താവ് പറയുന്നല്ലേ. നമുക്ക് എത്രയോ ആയിരക്കണക്കിന് സഹോദരിമാര് നമുക്കുണ്ട്, ഇല്ലേ? ഈ കൂട്ടായ്മ ഇതിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു പോയവര്, വേളാങ്കണ്ണി യാത്രയിൽ കടന്നു വന്നവര്, അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കറക്ഷനുണ്ട് അവിടെ. ഭാര്യമാര് നമ്മുടെ ഭാര്യമാരാകില്ല. അതാരാകും? അത് സഹോദരിമാരാകും. ഹല്ലേലൂയ. അതുമാത്രം ഞാൻ പറഞ്ഞില്ലോ എന്ന് ചിന്തിക്കരുത്. വീടിനെ കുറിച്ച് പറഞ്ഞു, സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞു, സഹോദരിമാരെ കുറിച്ച് പറഞ്ഞു, അല്ലേ? മക്കള് നോക്കിയേ. എനിക്ക് 1000 മക്കളുണ്ട്, അല്ലേ? 100 മക്കൾ എന്നെ അപ്പാന്ന് വിളിക്കുന്നവരുണ്ട്. കർത്താവിന്റെ വചനം പൂർത്തിയായോ? നീ മക്കളെ ഉപേക്ഷിച്ചാൽ 100 മക്കളെ അപ്പ എന്ന് വിളിക്കാൻ നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നതിന് മുൻപ് നിനക്കത് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ നിനക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ നീ തയ്യാറാകണം. എന്താ ഇനി? അത് ഓരോരുത്തരും അവരവരുടെ മനസ്സിലേക്ക് തിരിഞ്ഞ്, മനസാക്ഷിയിലേക്ക് തിരിഞ്ഞ് അറിയാൻ പറ്റും. ദൈവരാജ്യത്തിന്, വചനത്തിന് എതിരായി എന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി
എന്റെ ചിന്താമണ്ഡലങ്ങളിൽ എന്ത് ചിന്തയാണ് ഇതിനെതിരായി പ്രവർത്തിക്കുന്നത്? ധനമാണോ? മറ്റേതെങ്കിലും പൊസിഷനാണോ? മറ്റേതെങ്കിലും സാഹചര്യങ്ങളാണോ? ഇല്ലേ? ഈശോ പറഞ്ഞു, മോനെ, നിനക്ക് ധാരാളം. അവൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് മനോവേദനയോടെ പോയിന്ന മറ്റ് സുവിശേഷം മർക്കോസിന്റെയും മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് മനസ്സിലായോ? യേശുവിന്റെ അടുക്ക വന്നിട്ട് വേദനയോടെ തിരികെ പോയ ഒരേ ഒരു വ്യക്തിയെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളൂ. അത് ഈ മനുഷ്യനാ. എന്തുകൊണ്ടാ ഈ മനുഷ്യന് ഒരു ഐഡന്റിറ്റി ഇല്ലാത്തത്? എന്തുകൊണ്ടാ? ആ മനുഷ്യൻ നീയാണ്. ആ മനുഷ്യൻ ഞാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇതേ സംഭവം തന്നെ, ഇതേ അവസ്ഥ തന്നെ ഈശോ മറ്റൊരു കുടുംബത്തിലേക്ക് കടന്നു വന്നു. ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായം മറ്റൊരു ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെന്നു. ഈശോ തന്റെ പ്രബോധനം അവിടെയും കൊടുത്തു. ഈശോ വെറുതെ ഇരിക്കില്ല കേട്ടോ. ഈശോ കടന്നു ചെന്നിട്ട് ദൈവരാജ്യത്തെ കുറിച്ച്, നിത്യതയെ കുറിച്ച്, നിത്യജീവനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിനക്കുള്ളതെല്ലാം നീ ഉപേക്ഷിക്കുന്നത് കർത്താവ് പറഞ്ഞില്ല. നിനക്കുള്ളത് വിറ്റ് ദരിദ്രന് കൊടുക്കണം അവിടെ പറഞ്ഞില്ല. ഈ സത്യസുവിശേഷം നിത്യജീവനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അനധികൃതമായി ധാരാളം സമ്പത്ത് കുന്നുകൂട്ടിയിരുന്ന, സമ്പാദിച്ചിരുന്ന ഈ സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, കർത്താവേ, എന്റെ സ്വത്തിന്റെ പകുതി 19:8 കർത്താവേ, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക്. ആരാണ് ദരിദ്രര്? ആരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവര്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും ഇല്ലാത്തവൻ, സ്വന്തമായി ഒന്നും ഇല്ലാത്തവൻ, അഭിമാനിക്കാൻ വകയില്ലാത്തവൻ, അഹങ്കരിക്കാൻ ഒന്നുമില്ല, അവനാണ് ദരിദ്രൻ. സക്കേവൂസ് പറഞ്ഞു, കർത്താവേ, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഓ എന്റെ കർത്താവേ, 4 ഇരട്ടിയായി കൊടുക്കുന്നു പറഞ്ഞാലും സമാധാനമുണ്ട്. 4 ഇരട്ടിയായി അവന്റെ സ്വത്തിന്റെ പകുതി അവൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. വീണ്ടും ഇതാ തട്ടിച്ചെടുത്തതേ ഉള്ളൂ. കാരണം ചുങ്കക്കാരനായിരുന്നു. 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുമ്പോ അവിടെ ഒരു ശൂന്യവൽക്കരണം സംഭവിക്കും. സക്കേവൂസ് എന്ന വ്യക്തി വെറും സീറോയായിട്ട് മാറും. അപ്പോൾ ഒരു അത്ഭുതം അവിടെ സംഭവിക്കും. എന്താ സംഭവിക്കുന്നത്? 19:9 ലൂക്കാ 19:9 എന്താ? യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Salvation has come this house today എന്നുള്ള ഒരു ശബ്ദം ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ടോ? എന്റെ ചങ്കിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ടോ? ഇന്ന് ഈ ഭവനത്തിന്, ഇന്ന് നിന്റെ കുഞ്ഞ്, ഇന്ന് നിന്റെ ജീവിത പങ്കാളി, ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തി രക്ഷ പ്രാപിച്ചിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ടോ? മകളെ ചിന്തിക്കണം. ഇനിയും ചിന്തിക്കണം. പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു? നോക്കിക്കേ, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ എന്ന വ്യക്തിയെ ശൂന്യവൽക്കരിക്കുക. ഇതാണ് മാനസാന്തരം. ഞാൻ സീറോ ആയിട്ട് മാറും. അപ്പോൾ എന്നിൽ ഒരു ഹീറോ
ഉദയം ചെയ്യും. സക്കേവൂസ് 0 ആയിട്ട് മാറിയപ്പോ അവിടെ സക്കേവൂസിന്റെ ഹൃദയത്തില്, ഭവനത്തില് ഇതാ ഹീറോ, ഹീറോ നിൽക്കുന്നു. ഹീറോ അവിടെ ആരാണത്? നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവ്. എന്നിട്ട് അവൻ പറഞ്ഞ്, ഇന്ന് കണ്ടോ സക്കേവൂസേ, നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞേ? സക്കേവൂസേ, ഇന്ന് ഈ ഭവനം മുഴുവനും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. എന്റെ പ്രിയ കുഞ്ഞേ, നീ ഒരു വ്യക്തി, ഞാനെന്നൊരു വ്യക്തി പൂർണ്ണ സമർപ്പണം ഇങ്ങനെ നടത്താൻ എന്റെ ഭവനത്തിൽ കഴിഞ്ഞാൽ എന്റെ കുടുംബം മുഴുവനും, എന്റെ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടും, രക്ഷ പ്രാപിക്കും, നിത്യജീവൻ സ്വന്തമാക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബോധ്യം, ആഴമായ ഈ ഒരു ചിന്ത നമ്മളെ അനുദിനം ഭരിക്കണം, കൊണ്ടുപോകണം. നീ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോ, നീ നാവ് നീട്ടി കർത്താവിന്റെ ശരീരം സ്വീകരിക്കുമ്പോ, അത് പെട്ടെന്ന് അലിയിപ്പിച്ച് നീ ഉള്ളിലേക്ക് വിടാതെ, നീ അതവിടെ വെച്ച് കണ്ണടച്ച് മുട്ടുമേൽ നിന്ന് എന്റെ നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവൻ സ്വന്തമാക്കുന്നതിന് വേണ്ടി, അപ്പാ ഇതാ എന്നെ പൂർണ്ണമായും ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ എന്ന വ്യക്തിയെ, എന്റെ അഹങ്കാരത്തെ, എന്റെ ദുഷ്ടതയെ, എന്റെ ബലഹീനതയെ കർത്താവേ, ഇതാ നിനക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇനി നീ എപ്പോ കുർബാന സ്വീകരിക്കുന്നുവോ, പരിശുദ്ധ കുർബാന എപ്പോ സ്വീകരിക്കുന്നു, അപ്പോഴൊക്കെ ഈ ഒരു പ്രാർത്ഥന ആദ്യം ചങ്കിൽ നിന്ന് വരണം. അപ്പാ ഇതാ എന്റെ നിത്യത, ഇതാണ് ഏറ്റവും പരമപ്രധാനം. അതുകൊണ്ട് എന്റെ കർത്താവേ, ഞാനെന്ന എന്റെ പാപത്തെ, എന്നിലുള്ള അഹങ്കാരത്തെ, എന്നിലുള്ള ചില തഴക്കദോഷങ്ങളെ, എന്റെ ബലഹീനതകളെ അപ്പാ നിനക്ക് തരുന്നു. ഒരു 5-6 ദിവസം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. പിന്നെ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലായ അനുഭവം, കണ്ണ് നിറഞ്ഞൊഴുകുന്ന അനുഭവം, നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള സോങ് ഒന്നും കേട്ടിട്ടല്ല, നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകുക. പരിശുദ്ധ കുർബാന നാവിലിട്ട് ഈ ഒരു സമർപ്പണം നടത്തുമ്പോ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. സക്കേവൂസിന്റെ ഭവനം രക്ഷിക്കപ്പെട്ടതുപോലെ, അനുഗ്രഹിക്കപ്പെട്ടതുപോലെ എന്റെ മക്കളെ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. അല്ലെങ്കിൽ ഈ ഓടിയതും വെട്ടിപ്പിടിച്ചതും നേടിയതും എല്ലാം വൃഥാവിലാകും, എല്ലാം വൃഥാവിലാകും കേട്ടോ. ചിന്തിക്കണമേ, ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടാം. നിസാര ഒരു പ്രശ്നം മതി, ഒരു രോഗം മതി, ഒരു അപകടം മതി. നീ ബോധത്തോടെ, വിവേകത്തോടെ നിന്റെ നിത്യത നീ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ സ്വന്തമാക്കണം. ഹല്ലേലൂയ. മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് നല്ല സുന്ദരനാക്കി ഇങ്ങനെ പെട്ടിയിൽ അറ്റൻഷനായിട്ട് കിടക്കുക. എന്നിട്ട് കൊണ്ടുപോയി വെച്ചു. നല്ല മനോഹരമായ കബറിടം, നല്ല മാർബിളൊക്കെ ഇട്ട് കൊത്തി വെച്ചിരിക്കുകയാണ്. ഒരു കുരിശൊക്കെ വെച്ച്, പൊട്ടൊക്കെ വെച്ച്, വളരെ ഭംഗിയായിട്ട് ഒരു കല്ലറ. അതിനകത്ത് കിടക്കുന്നവൻ നിത്യതയിൽ എത്തിയിട്ടുണ്ടോ, നിത്യജീവനെ സ്വന്തമാക്കിയിട്ടുണ്ടോ ഒന്നും ഈ പൂ വയ്ക്കുന്നവനും മെഴുതിരി കത്തിക്കുന്നവനും ചിന്തിക്കുന്നില്ല. എന്നിട്ട് നീ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടും, എത്രയൊക്കെ അന്യത ചെല്ലിച്ചിട്ടും, എത്രയൊക്കെ ഒപ്പീസയിലിട്ടും കുർബാനയിലിട്ടും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? മരിക്കുന്നതിന് മുമ്പ് ഇത് നീ സ്വന്തമാക്കിയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ
നീ ഒപ്പീസിലിരിക്കുമ്പോ അതിന് പിന്നെ ഒരു ഗുണമുണ്ട്. നീ ഒരു പുണ്യ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അതിന്റെ അനുഗ്രഹം സ്വർഗം നിനക്ക് തരും. തോന്നിവാസം ജീവിച്ചിട്ട് തന്നിഷ്ടം പോലെ നടന്നിട്ട് നിത്യത സ്വന്തമാക്കാതെ മരിച്ചിട്ട് നീ പിന്നെ ഇവിടെ കുത്തിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടോ നീ ഒപ്പീസിലിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കാരണം വചനം നിനക്ക് സമീപസ്ഥമാണ്. അത് നിന്റെ അധരത്തിലുണ്ട്, ഹൃദയത്തിലുണ്ട്. ഇത് നീ സ്വന്തമാക്കുന്നില്ല. ആ വചനം അനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തട്ടിക്കഴിയുമ്പോ മക്കളുണ്ട്, അവര് വേണ്ട രീതിയിൽ കാര്യങ്ങള് കൈകാര്യം ചെയ്തോളും. വേണ്ടി വന്ന മാർപ്പാപ്പനെ കൊണ്ട് ഓഫീസിൽ ചെല്ലിച്ചോളും. നോ രക്ഷ, നോ രക്ഷ. സഭയുടെ പഠനത്തിനോ പ്രബോധത്തിനോ വിരുദ്ധമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഓഫീസിൽ വെച്ചാൽ നീ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഗുണം നിനക്കുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ പോലും കഠിനമായ വേദനയിലാണെന്ന് വിശുദ്ധ പൗസ്തീനായിലൂടെ സർവശക്തനായ തമ്പുരാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആശ്വസിച്ചിരിക്കുക ശുദ്ധീകരണ സ്ഥലത്ത് എങ്കിലും വീഴും, പോകും, വെറുതെ ഒന്നും കയറി പോകില്ല. അവിടുന്ന് അവിടെ ഒരു ഉരുക്കി വാർത്തെടുക്കലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പൊന്നുമക്കളെ, വിഷമിക്കാനോ പ്രയാസപ്പെടാനോ ഒന്നും വേണ്ടിയല്ല ഈ പറയുന്നത്. നിന്റെ നിത്യത നീ സ്വന്തമാക്കാൻ വേണ്ടി, അതിനു വേണ്ടി നീ ഇനിയെങ്കിലും പ്രാർത്ഥിക്കുക, ഇനിയെങ്കിലും നീ പരിഹാരം ചെയ്യ്. പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം, 3 കാര്യങ്ങളാണ് റോസാമിസ്റ്റിക മാതാവ് 3 വാള് ചങ്കില് തറയ്ക്കപ്പെട്ട നിലയില് അല്ലേ ഒരു നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടപ്പോ അമ്മ പറഞ്ഞത് ഈ 3 വാള് എന്തായിരുന്നു? എന്തായിരുന്നു? പരിഹാരം. അത് ചെയ്യാനായിട്ട് അമ്മ പറഞ്ഞ ആർക്ക് വേണ്ടിയായിരുന്നു അറിയാമോ? റോസാമിസ്റ്റിക് മാതാവ് പറഞ്ഞ ആർക്ക് വേണ്ടിയായിരുന്നു അറിയാമോ? 1947 ഇറ്റലിയില് അമ്മ ഈ നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടത്. എന്തായിരുന്നു അവളുടെ പേര്? മോണ്ട്രി ചിയാരി എന്ന് പറയുന്ന നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടപ്പോ ആദ്യം പ്രത്യക്ഷപ്പെട്ട 3 വാള് തറച്ചിരിക്കുന്നു. ആ 3 വാള് 3 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. 3 വാള് 3 കാര്യങ്ങൾ. 1, ദൈവവിളി ഉപേക്ഷിക്കുന്ന വൈദികർ, സന്യസ്തർ. 1ാമത്തെ വാള് ദൈവവിളി ഉപേക്ഷിക്കുന്ന വൈദികരും സന്യസ്തരും. 2ാമത്തെ വാള് ദൈവവിളിയിലായിരിക്കുമ്പോൾ തന്നെ മാരക പാപത്തിൽ ആയിരിക്കുന്ന വൈദികരും സന്യസ്തരും. 3ാമത്തെ വാള് എന്നാ പറയുന്നത്. 3ാമത്തെ വാള് യൂദാസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന വൈദികരും സന്യസ്തരും. അഭിഷിക്തരും സന്യസ്തരും രക്ഷപ്പെട്ടു. ആൽമായർ അതിലില്ലല്ലോ. ജോൺസാ, ആൽമായർ അതിലില്ലല്ലോ. രക്ഷപ്പെട്ടോ? അഭിഷിക്തര് ആരാ? അച്ഛന്മാര് മാത്രമല്ല കേട്ടോ, നമ്മളും രാജകീയ പുരോഹിത ഗണമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത ഗണം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അച്ഛന്മാരുടെ തലയിലാണ് കെട്ടിവെച്ച്, കന്യാസ്ത്രീയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാന്ന് ഒരാത്മാവിനും വിചാരിക്കണ്ട. എന്നിട്ട് 2ാമത്തെ പ്രാവശ്യം ഈ മോണ്ടിച്ചിയാരിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഈ റോസാമിസ്റ്റിക് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ ആ 3 വാളിന്റെ സ്ഥാനത്ത് 3 റോസാപ്പൂക്കൾ അല്ലേ, വൈറ്റ്,
റെഡ് ആൻഡ് ഗോൾഡൻ. 3 കളർ. അതെന്തിനേക്ക് സൂചിപ്പിക്കുന്നത്? പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അതിന് പരിഹാരമായി. പ്രായശ്ചിത്തോടെ, പരിഹാരത്തോടെ പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ആർക്കൊക്കെ വേണ്ടി? തിരുസഭയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, തിരുസഭയുടെ നവീകരണത്തിന് വേണ്ടി. തിരുസഭ ഇല്ലെങ്കിൽ നമ്മളുണ്ടോ? നമ്മളില്ല. അതുകൊണ്ട് മക്കളെ, ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ അനുദിന ജീവിതത്തില് ചക്കയ്ക്കും മാങ്ങയ്ക്കും കപ്പയ്ക്കും IELTS-നും OET-ക്കും ഇതിനൊക്കെ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തിരുസഭയുടെ പടുത്തുയർത്തൽ. വിശുദ്ധനായ ജോൺ പോൾ പോൾപ്പ ആൽമായർ നോക്കി പറഞ്ഞു, സഭയുടെ വിശുദ്ധീകരണം നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നു, നിങ്ങളുടെ കരങ്ങളിലാണ്. അതൊരു പ്രവചനമായിരുന്നു. അതിനുശേഷം ആത്മായ സമൂഹം ഉണർന്നു. ഷാലോൻ TV, ഷക്കീന TV പൂർണ്ണമായിട്ടും ആത്മായ കൂട്ടായ്മയുടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്നലെ ഷക്കീന TV വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടായ്മയായിട്ട് ചെല്ലാൻ പറഞ്ഞൊരു ദിവസം. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യം കൊടുക്കണം. പിന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. കാരണം എന്റെ ഫോർമേഷൻ സൗദി അറേബ്യയിലാണ്. കിങ്ഡം ഓഫ് ഗാഡ്. അതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലാണ്. അതിന്റെ സാക്ഷ്യം ചിലപ്പോൾ ഇന്റർവ്യൂ ആയിരിക്കും. എന്തുവാകട്ടെ, അവരോട് ചെയ്യാൻ പറഞ്ഞപ്പോ ഓക്കെ, ഞങ്ങള് ബ്രദർ ഇപ്പൊ സ്ഥലത്തില്ല. ആള് സന്തോഷ് ബ്രദർ അമേരിക്കൻ പര്യടനത്തിലാണ്, ശുശ്രൂഷയ്ക്കായിട്ട് പോയിരിക്കാൻ 15-20 ദിവസവും കഴിഞ്ഞു. അതൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ വരാനിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആത്മായുടെ കരങ്ങളിലൂടെ സഭയെ വീണ്ടും വീണ്ടും പടുത്തുയർത്താൻ, സഭയെ വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, ഈശോ ആഗ്രഹിക്കുന്നു. ഒപ്പം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, പ്രാർത്ഥിക്കാൻ. അതിന് പ്രായശ്ചിത്തം, പരിഹാരം, പ്രാർത്ഥന, ഉപവാസം. ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, ഉപവാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വെള്ളിയാഴ്ച നമ്മുടെ ഉപവാസ ദിവസമാണ് അല്ലേ? എത്ര പേര് ഉപവസിക്കണം? ഞാൻ ചോദിക്കുന്നില്ല, കൈ പൊക്കിപ്പിക്കുന്നില്ല. ഉപവസിച്ച മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അറിയാൻ പറ്റും. ആ കണ്ണിലേക്ക് നോക്കി അറിയാം. ഒരു തിളക്കം ഉണ്ടാവും ആ കണ്ണില്. ഉപവാസത്തിന്റെ പവർ. ആ കണ്ണിലൊരു തിളക്കം ഉണ്ടാവും. അവരുടെ വാ തുറക്കുമ്പോ ആ വാക്കുകൾക്ക് ഒരു അഭിഷേകം ഉണ്ടാവും. സ്ഫുടതയൊന്നുമല്ല, ഒരഭിഷേകം ഉണ്ടാവും. അഭിഷേകം പറയുമ്പോ അത് അഭിഷേകമായിട്ട് ജോസേട്ടിലേക്ക് ഇറങ്ങും. അത് പറയും, ആധികാരികമായിട്ട് പറയുമ്പോ അത് ദേവസേട്ടിലേക്ക് അഭിഷേകമായിട്ട് ഇറങ്ങും. ഹല്ലേലൂയ. അതിനാണ്. അപ്പൊ അത് സാത്താൻ നോക്കി പറഞ്ഞാലോ? ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നവൻ സാത്താനെ നോക്കി അവനെ ബന്ധിച്ചാലോ? നിങ്ങൾ കണ്ടില്ലേ ഒരു യാത്രയില്? കണ്ടില്ലായിരുന്നു? 10,000 എത്ര, എനിക്കറിയാം എത്ര നമ്പറായിരുന്നു? 10,000 സംതിങ് അശുദ്ധാത്മാക്കളെ ആവാഹിച്ചുള്ള ഏലസും നമ്മൾ ബന്ധിച്ചില്ലേ? അപ്പോ ഉപവാസത്തിന്റെ പവർ എന്ന് പറയുന്നത് അല്ലേ? ഡോക്ടേഴ്സ് പറയും, എന്നാ പറയുന്നത്? ഒരു കാരണവശാലും ഉപവസിക്കരുത്. 25 വർഷം 30 വർഷം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചിരുന്ന വിശുദ്ധര് നമ്മുടെ സഭയിലുണ്ട്. അതിനെ നോക്കിയിട്ട് ഈ മെഡിക്കൽ സയൻസിന് എന്ത് പറയാൻ പറ്റും? ഹല്ലേലൂയ. ഞാൻ ഇത് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവസിച്ച് പ്രാർത്ഥിക്കണം.
രോഗികളായിട്ടുള്ള മക്കളുണ്ട്, ഷുഗറുള്ളവരുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷെ ഒരു നേരം അത് കഴിക്കാതിരിക്കുമ്പോൾ ഒരു പുകച്ചലും എരിച്ചലും ഒരു 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 സംഭ്രമമൊക്കെ ഉണ്ട്. ആ സംഭ്രമമാണ് നിന്നെ കൃപയിലേക്ക് വളർത്തുന്നത്. ഹല്ലേലൂയ. നിന്റെ ആത്മീയ ജീവിതത്തില്, പ്രാർത്ഥനാ ജീവിതത്തിനെ പിടിച്ചു നിർത്തുന്നത് ആ വേദനയാ, ആ സംഭവമാണ്. അത് നീ വില കൊടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയോടെ കൃപയിൽ നമ്മളായിരിക്കണം. അല്ലെങ്കിൽ എന്തു പറ്റും? ഞാനിന്ന് വിചാരിച്ചേ ഒരു 5 മണിയാകുമ്പോൾ ബ്രേക്ക് ചെയ്യാം. കാരണമുണ്ട്. മൂന്നാമത്തെ പെങ്ങള് കോട്ടപ്പടിക്ക് താമസിക്കുന്നു. ബളിയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ തുമ്പളയ്ക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് വാഴ ഉണ്ടല്ലോ, അതിന് വളമിടണം, ജാതിക്ക് ഇച്ചിരി വളമിടണം. അപ്പൊ അതിന് അളിയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് വന്നാലും അവള് എന്റെ നേരെ മൂത്തവളാണ്. അവൾ എന്ന് അവൾ വന്നാലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിടും. കാരണം 5 പെണ്ണുണ്ടായിട്ട് 6ാമതൊരു ആൺതരി ഉണ്ടായത് ഞാൻ. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളുടെ അപ്പാന്ന് എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൻ അവരോടൊക്കെ നല്ല തെറി പറയായിരുന്നു, കള്ളുപിടിച്ചിട്ട്. എന്നിട്ട് എന്നോട് അപ്പം പറയും, നിന്നെ ഞാൻ വാശിക്ക് ഉണ്ടാക്കിയതാ പറയും. മനസ്സിലായി? എങ്ങനെ കർത്താവിന്റെ സന്നിധിയില് എനിക്ക് ഒരാൺകുഞ്ഞായിരിക്കണം ഈ തരുന്നതെന്ന് വാശിയോടെ പ്രൊഡക്റ്റ് ചെയ്തതാണെന്ന്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ പെങ്ങന്മാർക്ക് ഭയങ്കര സ്നേഹമാണ്. എപ്പോ വന്നാലും ഇതിനു കൂടി. ഇന്ന് അളിയന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുക ഒന്നാതിനും ചക്കയപ്പോയി. ചക്കയുടെ ഇല്ലേ എന്റെ വീക്ക്നെസ് ആണ് ആ സാധനം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് 5 മണിയാകുമ്പോൾ ബ്രേക്ക് ആയിപ്പോയി. 5 മണി വരെ നമ്മള് ഫാസ്റ്റിംഗ് ആയിരുന്നല്ലോ. ഞാൻ പറയാ ദാറ്റ്സ് ഇനഫ്. പക്ഷേ ഞാൻ ഈശോയുടെ കരുണയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവിടെ ഒരു കരുണയുടെ ഫോട്ടോ ഇരിപ്പുണ്ട്. അത് അധികം പേർക്കൊന്നും നോക്കാൻ പറ്റില്ല മുഖത്തേക്ക്. ജർമ്മനിയിൽ നിന്ന്, നമ്മുടെ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. നോക്കിക്കഴിഞ്ഞപ്പോ വളരെ ദയനീയമായിട്ട് ഈശോയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരിങ്ങനെ വീഴാൻ പാകത്തിന് ഇരിക്കുകയാണ്. ആ കണ്ണുനീരെന്ന് പറയുന്നത് ഫോട്ടോയാണ്. പക്ഷെ ഇപ്പൊ വീഴും, ജീവനുള്ള കണ്ണുനീര് പോലെ. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് ഈ ചക്കയുടെക്കാളും വലുത് നിന്റെ കണ്ണുനീരാണ്, നിന്റെ സ്നേഹമാണ്. ഇല്ല, പിശാച് അങ്ങനെ ഒരു ചിന്ത തന്നത്, ഞാനത് ഏറ്റെടുത്തത്. അപ്പാ ക്ഷമിക്കണമേ. അവിടെ മുട്ടുകുത്തി തല കുമ്പിട്ട് ഒന്ന് ആരാധിച്ചിട്ട് എനിച്ചപ്പോ പിന്നെ അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. ഇപ്പൊ നമ്മളെ പ്രലോഭകൻ ഏത് വിധത്തിലും നമ്മളെ കൊണ്ടുപോകും. സൂക്ഷിക്കണം. ഫാസ്റ്റിങ്ങിന്റെ അന്ന് സൂക്ഷിക്കണം, ഉപവാസന്റെ അന്ന് സൂക്ഷിക്കണം. എത്ര സ്നേഹമുള്ള ഭാര്യയും ചൊറിയാൻ വരും. ചൊറിയാൻ എത്ര സ്നേഹമുള്ള ഭർത്താവും ചൊറിയാൻ വരും. മാടപ്രാവിനെ പോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങള് അന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ ഞാൻ അതുകൊണ്ട് നേരത്തെ തന്നെ വളരെ വിവേകത്തോടു കൂടി തന്നെ ഞാന് പെണ്ണുമ്പിള്ള അടുത്തേക്ക് ചെല്ലുമ്പോ ഞാൻ ആ തയ്യാറെടുപ്പോടിയേ പോകുള്ളൂ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകും. ഈശോയെ കരുണയായിരിക്കണമേ, ഐ ട്രസ്റ്റ് ഇൻ ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു ജീസസ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകുള്ളൂ. അപ്പോ ഒരു ശക്തി നമുക്കറിയാം വരും, ഏത് വിധേനയും വരും ഈ തകർക്കാൻ. ഈ ഒരു അനുഭവത്തില് മക്കളിൽ നിന്ന് പ്രാർത്ഥിച്ചാലേ നമുക്ക് നിത്യത സ്വന്തമാക്കാൻ പറ്റൂ കേട്ടോ. നിത്യ സ്വന്തമാക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു. ഞാൻ എന്ന ഭാവത്തെ നിഗനിക്കുക, ഞാൻ സീറോയായിട്ട് മാറുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയുടെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിത്യത ഉറപ്പ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാ. ഇന്ന് ഞാൻ മരിച്ചാൽ 100% ചങ്കത്ത് കൈവച്ച് എനിക്ക് പറയാൻ പറ്റും, 100% കോൺഫിഡൻറ്റോട് കൂടിയ ഞാൻ പറയുന്നത്, എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ് ഒരു ശതമാനത്തിൽ 100-1 പോലും
കുറ്റപ്പെടുത്താത്ത ആ അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് പറയാണ്, ഈ നിമിഷത്തിൽ ഞാൻ തട്ടിപ്പോയാൽ ഞാൻ എൻ്റെ തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് എൻ്റെ ആത്മാവ് സംവഹിക്കപ്പെടുമെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.